40,000 പ്രൈസ് പോയിന്റ് ലോഞ്ച് ആയ രണ്ട് സ്മാർട്ട് ഫോൺസ് ആണ് വിവോ V70 FE ആൻഡ് മോട്ടറോള എഡ്ജ് 70 Pro. ആക്ച്വലി എഡ്ജ് 70 Pro ഇതിലും ചീപ്പാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല വിവോ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു 9.8 lakhs മാത്രം 122 സ്കോർ വരുന്ന ഒരു സ്മാർട്ട് ഫോണിനെ 40,000 ഒരു പ്രൈസ് പോയിന്റിൽ കൊണ്ട് ഇറക്കിയെന്ന്. കാരണം 21 ലക്ഷത്തിന്റെ ഒരു 122 സ്കോറാണ് മോട്ടോ എഡ്ജ് 70 Proയിൽ വരുന്നത്. അപ്പൊ എന്തെങ്കിലും കാരണമില്ലാണ്ട് അവർ ആ ഒരു പ്രൈസിൽ ഇറക്കില്ലല്ലോ. അപ്പൊ അത് എന്താണ് എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. രണ്ടും IP68 IP69 റേറ്റഡ് ആണ്. വിവോയുടെ ബാക്ക് സൈഡിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് തിളങ്ങും, ഗ്ലോ ചെയ്യും. പക്ഷെ മോട്ടോ തിളങ്ങില്ല. എന്നാൽ മോട്ടോയിൽ നിങ്ങൾക്ക് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫിനിഷ് ആണ് എന്റെ കയ്യിലുള്ളത്. പല ഫിനിഷുകളുണ്ട്. എന്നാലും വിവോ V70 FE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോട്ടോ എഡ്ജ് 70 Pro വളരെ തിന്നാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വളരെ ലൈറ്റ് വെയിറ്റും ആണ്. ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. പക്ഷെ വിവോ അത്യാവശ്യം ബൾക്കിയാണ് കേട്ടോ. കയ്യിലെടുക്കുമ്പോൾ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണവും ഉണ്ട്. അപ്പോൾ എന്നാലും ഈ ഒരു പ്രൈസിന് വിവോ ഇറക്കാൻ കാരണം ഡിസൈനും ബിൽഡ് ക്വാളിറ്റി അല്ലാന്ന് മനസ്സിലായി. കാരണം ആ ഒരു ഏരിയയിൽ മോട്ടോ തന്നെയാണ് മുന്നിൽ. അപ്പോൾ ഇനി ഡിസ്പ്ലേ ആയിരിക്കാം എന്ന് കരുതി രണ്ടിന്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ യെസ്, വിവോന്റെ ഡിസ്പ്ലേ ഒരു 6.83 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ OLED ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം വൈബ്രന്റ് ആണ്. വളരെ ചെറിയ ബെസൽസ് ആണ് 4 സൈഡിൽ തന്നിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. മറുഭാഗത്ത് മോട്ടോ 6.8 ഇഞ്ചിന്റെ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. യെസ്, 4 സൈഡും കർവ്ഡ് ആണ്. ആൻഡ് ഇത് 144 ഹെർട്സിന്റെ എക്സ്ട്രീം AMOLED പാനലാണ്. ബേസിക്കലി ഒറ്റ നോട്ടത്തിൽ രണ്ടും നോക്കുമ്പോൾ ഈ ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് മോട്ടോന്റെ ബെസൽസ് തീരെ കാണുന്നേ ഇല്ല. ഇനി ഔട്ട്ഡോറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബ്രൈറ്റ്നസ് യാതൊരു കുഴപ്പമില്ല. മോട്ടോ 1800 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡാണ്. ഇത് 1900 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡാണ്. ആ ഒരു 100 നിറ്റ്സിന്റെ വ്യത്യാസം നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ബട്ട് രണ്ടും ഈക്വലി വിസിബിൾ ആണ് ഔട്ട്ഡോർസിൽ. എന്നാൽ HDR കാര്യം വരുമ്പോൾ ഇതിനകത്ത് 5200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് മോട്ടറോളയിലുള്ളത് എന്നുള്ളതുകൊണ്ട് HDR കോണ്ടൻസ് കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് താഴെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഫാസ്റ്റ് ആണ്. സോ ഈ ഒരു കാറ്റഗറിയിൽ രണ്ടിന്റെ ഡിസ്പ്ലേ അടിപൊളിയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണോ പ്രിഫർ ചെയ്യുന്നത് അതോ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണോ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ രണ്ടിലും ഞാൻ നോട്ടീസ് ഒരു കാര്യം എന്ന് വെച്ചാൽ മോട്ടറോളയുടെ സ്ക്രീനിൽ വെള്ളം വീണ് കഴിഞ്ഞാലും ടച്ച് വർക്ക് ചെയ്യും. എന്നാൽ പെർഫോമൻസിന്റെ കാര്യം വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വിവോയിൽ Dimensity 7360 ടർബോ ചിപ്സെറ്റ് ആണ് വരുന്നത്. ഫോർ 40,000 റുപ്പീസിന് ഒരു പ്രൈസ് പോയിന്റിൽ ജസ്റ്റ് 9.8 ലാക്സിന്റെ 122 സ്കോർ മാത്രമാണുള്ളത്. മറുഭാഗത്ത് മോട്ടോ എഡ്ജ് 70 Proയിൽ നിങ്ങൾക്ക് Dimensity 8500 എക്സ്ട്രീം ചിപ്സെറ്റ് ആണ്. ഓൾമോസ്റ്റ് 21 ലാക്സിന്റെ 122 സ്കോർ സുഖമായിട്ട് തരുന്നുണ്ട്. ആൻഡ് ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് മോട്ടോറോളയിൽ BGMI ഒക്കെ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ കളിക്കാൻ പറ്റും. എന്തിന് 144 ഹെർട്സിന്റെ പാനൽ ആയതുകൊണ്ട് ഗെയിം അസിസ്റ്റ് വെച്ച് പല ഗെയിമുകളും 144 FPS കളിക്കാം. ആൻഡ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഹീറ്റിംഗ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതൊരു 40 ഡിഗ്രീസ് വരെ പോകുന്നുണ്ട്. ഇതൊരു 41 ഡിഗ്രീസ് വരെ പോകുന്നുണ്ട്. ബട്ട് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയും കുറഞ്ഞ സ്കോർ വിവോയിൽ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് LPDDR5 RAM ആണെങ്കിലും സ്റ്റോറേജ് UFS 3.1 സ്റ്റോറേജ് ആണ്. മറുഭാഗത്ത് എഡ്ജ് 70 Proയിൽ നിങ്ങൾക്ക് LPDDR5X RAM UFS 4.1 സ്റ്റോറേജും ആണ് വരുന്നത്. സോ ഫാസ്റ്റ് ആയിട്ടുള്ള RAM ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് യൂസ് ചെയ്യുമ്പോൾ പോലെ ഒരു മൈക്രോ ലാഗ് ജിറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഫേസ് ചെയ്തില്ല. സോ യെസ്, പെർഫോമൻസിന്റെ കാര്യത്തിൽ അത് മോട്ടോ തന്നെ തൂക്കി. എന്നാൽ ക്യാമറയുടെ കാര്യം വരുമ്പോഴാണ് ചെറിയൊരു കൺഫ്യൂഷൻ ആൾക്കാർക്കുള്ളത്. കാരണം യെസ്, വിവോയിൽ നിങ്ങൾക്ക് 200 മെഗാ പിക്സലിലെ പ്രൈമറി ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ് കിട്ടുന്നത്. മറുഭാഗത്ത് മോട്ടോയിൽ നിങ്ങൾക്ക് 50 മെഗാ പിക്സലിന്റെ ആണ് പ്രൈമറി ക്യാമറ വരുന്നത്. സോണി LYT710 സെൻസർ ആണ്. രണ്ടാമത്തെ ലെൻസിന്റെ കാര്യത്തിലേക്ക് വരാം. അതിന് മുന്നേ പ്രൈമറി ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒബ്വിയസ്ലി ഔട്ട്ഡോർ കണ്ടീഷൻസിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് രണ്ട് സ്മാർട്ട് ഫോൺസും ഒരു രക്ഷയില്ല. നല്ല ഫോട്ടോസ് ആണ് എടുക്കുന്നത്. ഞാൻ എടുക്കുന്ന ഫോട്ടോസിന്റെ ടോൺ രണ്ടിന്റെ ഡിഫറൻ്റ് ആണ്. മോട്ടോയ്ക്ക് മോട്ടോയിൻ്റെതായിട്ടുള്ള സ്റ്റൈലാണ്, വിവോയ്ക്ക് വിവോയിൻ്റെതായിട്ടുള്ള സ്റ്റൈലാണ്. ബട്ട് രണ്ടും കാണാൻ നല്ലതാണ്. പക്ഷേ ഈ രണ്ടത്തിലും ടെലിഫോട്ടോ ലെൻസ് ഇല്ലെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. വിവോയിൽ 23, മോട്ടോയിൽ 24 മില്ലിമീറ്ററിൽ, പിന്നെ 35 mm-ലും 50 mm-ലും ഈ 3 ഫോക്കൽ ലെങ്ത്തുകളാണ് മോട്ടോയിൽ എടുക്കാൻ പറ്റുന്നത്. വിവോയുടെ 200 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു 85 mm പോർട്രേറ്റ് കൂടെ എടുക്കാൻ പറ്റും. യെസ്, 200 മെഗാ പിക്സൽ ഉള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ കാണുന്നുവെങ്കിലും പല ആൾക്കാരും തെറ്റിദ്ധാരണ 200 മെഗാ പിക്സൽ ഉള്ളതുകൊണ്ട് 50 മെഗാ പിക്സലിനെക്കാളും ബെറ്റർ ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്നായിരിക്കും. എന്നാൽ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. വിവോയിൽ എടുത്തൊരു ഷൂവിന്റെ ഫോട്ടോ ആണത്. അതേ ഫോക്കൽ ലെങ്ത്തിൽ അതേ ഡിസ്റ്റൻസിൽ നിന്ന് മോട്ടോയിൽ എടുത്തിരിക്കുന്ന അതേ ഫോട്ടോ കണ്ടു. ഇത് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് കാണുന്നത്? വിവോന്റെ 200 മെഗാ പിക്സൽ ഫോട്ടോസിലാണോ അതോ മോട്ടോന്റെ 50 മെഗാ പിക്സൽ ഫോട്ടോസിലാണോ? സോ മെഗാ പിക്സൽ നമ്പേഴ്സ് കണ്ട് നിങ്ങൾ ആരും വീഴരുത്. ഫൈനൽ ഔട്ട്പുട്ട് ഡെഫിനറ്റ്ലി വേരി ചെയ്യുന്നത് സെൻസറിന്റെ ക്വാളിറ്റിയും ലെൻസിന്റെ ക്വാളിറ്റിയും ഇതിനകത്തുള്ള ചിപ്സെറ്റിന്റെ ക്വാളിറ്റിയും വെച്ചാണ്. അതായത് കുറച്ചുകൂടി പ്രോമിനന്റ് ആയിട്ട് വിസിബിൾ ആവുന്നത് നൈറ്റ് ടൈമിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്താണ്. നൈറ്റ് ടൈം ഫോട്ടോസിൽ മോട്ടറോളയ്ക്കും എന്താണെന്നറിയില്ല ഇത്തവണ മോട്ടോ അടിപൊളിയാക്കിയിട്ടുണ്ട് ലോ ലൈറ്റിലെ നൈറ്റ് ഫോട്ടോസ്. ഇവിടെ ഞെട്ടിക്കുന്ന കാര്യം ഇതിനകത്തുള്ള സെക്കൻഡറി ക്യാമറ. വിവോയിൽ നിങ്ങൾക്കൊരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ്. ആൻഡ് ഫോർ 40,000 റുപ്പീസ് 8 മെഗാ പിക്സൽ ക്യാമറ ഡസ് നോട്ട് മേക്ക് സെൻസ്. നിങ്ങൾ ആ ഒരു ഫോട്ടോ സാമ്പിൾസ് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും എത്ര മോശമാണെന്ന് നോക്കിയ പ്രൈമറി ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി മോട്ടറോളയും ഇതും കമ്പയർ ചെയ്യുന്ന സമയത്ത് മോട്ടറോളയ്ക്കകത്ത് 50 മെഗാ പിക്സൽ
അൾട്രാ വൈഡ് ക്യാമറയാണ്, അതൊരു മാക്രോ ക്യാമറയും കൂടിയാണ്. രണ്ടെണ്ണത്തിനും ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ഇനി മോട്ടോ 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് നൈറ്റ് ടൈം ഫോട്ടോസ് നിങ്ങൾ കാണുന്ന സമയത്ത് നോക്കിയേ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നൈറ്റ് ടൈമിൽ. ഇനി ബാക്ക് ക്യാമറ ഉപയോഗിച്ച് വിവോയിൽ നിങ്ങൾക്ക് 4K 30 FPS വരെയാണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. മോട്ടോയിൽ നിങ്ങൾക്ക് 4K 60 FPS സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാം. ഇനി അൾട്രാ വൈഡ് ക്യാമറയിൽ വിവോയിൽ നിങ്ങൾക്ക് 1080p 30 മാത്രമേ പറ്റുള്ളൂ. പക്ഷേ മോട്ടോറോളയിൽ നിങ്ങൾക്ക് 4K 60 FPS അതിലും പറ്റും. എന്നാൽ സർപ്രൈസിംഗ്ലി രണ്ടിന്റെ സെൽഫി ക്യാമറാസ് 50 മെഗാ പിക്സൽ തന്നെയാണ്. രണ്ടിലെടുത്തിരിക്കുന്ന സെൽഫി ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടിനും അതിൻ്റേതായിട്ടൊരു സിഗ്നേച്ചറാണ് സെൽഫീസിനുള്ളത്. ഒബ്വിയസ്ലി വിവോ കുറച്ചുകൂടി ഒരു ബ്യൂട്ടിഫിക്കേഷൻ ആ ഒരു രീതിയിലാണ് പോകുന്നത്, മോട്ടോ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. എന്നാൽ ഫ്രണ്ട് വീഡിയോസിന്റെ കാര്യത്തിൽ വിവോയിൽ നിങ്ങൾക്ക് 4K 30 FPS എടുക്കാൻ പറ്റുള്ളൂ. മോട്ടോയിൽ നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ എടുക്കാം. ഞാൻ ഈ രണ്ട് വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. യെസ്, വിവോയിൽ ഐ ഓട്ടോ ഫോക്കസ് ഉള്ള ഒരു ഫ്രണ്ട് ക്യാമറ ഉണ്ടെങ്കിലും മോട്ടോയിനകത്ത് ഫ്രണ്ട് ക്യാമറയിൽ പോലും ബാക്കിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ നോക്കി എന്ത് നാച്ചുറലായിട്ട് ആ ഒരു ഫ്രണ്ട് സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രസമായിട്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു കാര്യത്തിൽ ക്യാമറ ഓവറോൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും മോട്ടോ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൽ വിവോ മുന്നിൽ നിൽക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബാറ്ററി ലൈഫും ബാറ്ററി കപ്പാസിറ്റിയും ആണ്. ബൾക്കി ആയിട്ടുള്ള ഫോണാണ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഇതിനകത്തുള്ള 7000 mAh ബാറ്ററി. കമ്പയർ ടു സ്ലിം ആയിട്ടുള്ള ഫോണായിട്ട് കൂടി 6500 mAh ബാറ്ററിയാണ് മോട്ടോയിൽ തന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബാറ്ററി ബാക്കപ്പ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം മോട്ടോയിൽ 6500 mAh ആണെങ്കിലും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസറാണ്. ഇതിനകത്ത് 7000 mAh ആണെങ്കിലും കുറച്ചുകൂടി എഫിഷ്യൻസി കുറഞ്ഞ പ്രോസറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 1.5 ദിവസത്തിന്റെ ബാക്കപ്പ് പ്രതീക്ഷിക്കാം. ആൻഡ് ലൈറ്റ് യൂസർ ആണെങ്കിൽ 2 ദിവസം വരെയൊക്കെ തള്ളി നീക്കാം. എന്നാൽ ചാർജിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ വിവോയിൽ 90 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിംഗ് ആണ് വരുന്നത്. ചാർജർ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള Type A to Type C ചാർജറാണ്. മറുഭാഗത്ത് മോട്ടോയിൽ നിങ്ങൾക്ക് 90 വാട്ടിന്റെ ടർബോ പവർ ചാർജിംഗ് ആണ് വരുന്നത്. പക്ഷേ ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന ചാർജർ USB Type C ചാർജറാണ്. അതായത് PD ചാർജർ ആയതുകൊണ്ട് ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള ചാർജർ അല്ല, വേറെ ഏത് ഇപ്പോൾ 125 വാട്ടിൻ്റെ PD ചാർജർ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ആ ഒരു 90 വാട്ട് സപ്പോർട്ട് കിട്ടും. പക്ഷേ ഇതിന് അതിൻ്റെ ചാർജർ തന്നെ വേണം. എന്ന് മാത്രമല്ല മോട്ടോയുടെ ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ലാപ്ടോപ്സ് ഒക്കെ ചാർജ് ചെയ്യാം. ഇത് രണ്ടിനെ UI നോക്കുവാണെങ്കിൽ വിവോയിൽ ഒറിജിൻ OSലാണ് വരുന്നത്. ആൻഡ് ഒറിജിൻ OS സ്മൂത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് മച്ച് മോർ ഇംപ്രൂവ്ഡ് ദാൻ ഫ്രണ്ട് ടച്ച് OS ആണ്. പക്ഷേ ഇപ്പോഴും ഇതിനകത്ത് ബ്ലോട്ട് വെയേഴ്സും അതേപോലെ ആപ്പ് മാർക്കറ്റിന് ആവശ്യമായ നോട്ടിഫിക്കേഷൻസും ഇതെല്ലാം ഉണ്ട്. എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ആൻഡ് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്, ലൈക്ക് ആ ഒരു ഒറിജിൻ ഐലൻഡ് ഒക്കെ. മറുഭാഗത്ത് മോട്ടോ നിങ്ങൾ ഒരു ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നിയർ സ്റ്റോക്ക് ഒരു UI ആണ് നിങ്ങൾക്ക് വരുന്നത്. അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസോ ആഡ്സോ ഒന്നുമില്ല. ഇതിനകത്ത് മറ്റേപോലെ ബ്ലോട്ട് വേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള UI ആണ് വരുന്നത്. വിവോ നിങ്ങൾക്ക് 6 ഇയേഴ്സിന്റെ അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. മറുഭാഗത്ത് മോട്ടോ നിങ്ങൾക്ക് 3 ഇയേഴ്സിന്റെ അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വിവോയിൽ നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് ഒന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഗൊറില്ല ഗ്ലാസ് 7A പ്രൊട്ടക്ഷൻ മോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ഫോണിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. രണ്ടിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, രണ്ടും ലൗഡ് ആണ്. മോട്ടോയിൽ നിങ്ങൾക്ക് ഒരു ഡോൾബി അറ്റ്മോസിന്റെ ഒരു സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോൺസിലും NFC ഉണ്ട്. വിവോയിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് IR ബ്ലാസ്റ്റർ കാണാം. മോട്ടോയിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്കൊരു AI കീ കാണാം. AIന്റെ കാര്യം നോക്കുവാണെങ്കിൽ രണ്ടിന്റെയും AI ഡിഫറെന്റ് തന്നെയാണ്. വിവോയിനകത്ത് അങ്ങനെ പ്രത്യേകമായിട്ട് AI എന്നിട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഗാലറി ആപ്ലിക്കേഷനകത്തും പിന്നെ നോട്ട്സ് ആപ്ലിക്കേഷനകത്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് AI കാണാം. മോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് പെർപ്ലെക്സിറ്റി, കോപ്പൈലറ്റ്, അതേപോലെ റിമെമ്പർ ദിസ്, ടേക്ക് നോട്ട്സ്, അതേപോലെ കുറേ അധികം ഇതിൻ്റെതായിട്ടുള്ള AI ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഓവറോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് നോക്കുവാണെങ്കിൽ വിവോ V70 FE എന്ന് പറയുന്നൊരു മോശം ഫോണല്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോണാണ്. പക്ഷേ ആ ഒരു 40,000 റുപ്പീസിൻ്റെ പ്രൈസ് ടാഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 37K പ്രൈസിൽ നിങ്ങൾക്ക് മോട്ടോ എഡ്ജ് 70 Pro ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ളൊരു പ്രീമിയം പാക്കേജ് തന്നെ ഇവിടെ തരുന്നുണ്ട്. കാരണം നല്ലൊരു SoC ആണ്, പെർഫോമൻസ് വൈസ് മുന്നിലാണ്, ഡിസ്പ്ലേ നല്ലതാണ്, ക്യാമറ അടിപൊളിയാണ്, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീലും എല്ലാം ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്നുണ്ട്. കമ്പയർ ടു ഈ ഒരു ഫോൺ കുറച്ച് പ്രൈസ് കൂടുതലാണോ എന്ന് ചിന്തിപ്പിക്കുന്ന പോലെ. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ടെണ്ണത്തിൽ ഞാൻ മോട്ടോ എഡ്ജ് 70 Pro പിക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ ഏതാണ് പിക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ആൻഡ് കൂടുതൽ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ആൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.